എന്താണ് ക്യൂബിസം? ക്യൂബിസം എന്ന് പറയുന്നത് ഏർലി 20th സെഞ്ചുറിയിലെ ഒരു അവൻഗാർഡ് മൂവ്മെൻ്റ് ആണ്. അവൻഗാർഡ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് സാഹിത്യത്തിലും കലയിലും ശില്പകലയിലൊക്കെ വരുന്ന പുതിയ മെത്തേഡുകൾ, ഇതൊക്കെ അവതരിപ്പിക്കുന്ന രീതികളിൽ വരുന്ന മെത്തേഡുകളിലൊക്കെ ഓരോ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തം വരാറുണ്ട്. ഈ വരുന്ന മാറ്റങ്ങൾ ഈ മെത്തേഡുകളെയാണ് നമ്മൾ അവൻഗാർഡ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അത്തരത്തിൽ വന്നിട്ടുള്ള ഒരു അവൻഗാർഡ് മൂവ്മെൻ്റ് ആണ് ക്യൂബിസം എന്ന് പറയുന്നത്. ഈ ക്യൂബിസം എന്ന് പറയുന്ന ഈ ഒരു മൂവ്മെന്റ് ഒരുപാട് വിപ്ലവാത്മകരമായ മാറ്റമാണ് യൂറോപ്യൻ പെയിന്റിങ്ങിലും അതുപോലെ തന്നെ ശില്പകലയിലും കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന് വഴിയൊരുക്കിയത്, നേതൃത്വം നൽകിയത് പാബ്ലോ പിക്കാസോ, ഫേമസ് പെയിന്റർ ആയിട്ടുള്ള പാബ്ലോ പിക്കാസോയും അതുപോലെ തന്നെ ജോർജസ് ബറാക്കും കൂടിയാണ്. മറ്റു പ്രധാനപ്പെട്ട ക്യൂബിസം ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകളാണ് ജീൻ മെറ്റ്സിംഗർ, ആൽബർട്ട് ഗ്ലേസർ എന്നുള്ളവർ. ഈ ഒരു ക്യൂബിസം എന്നുള്ളൊരു മൂവ്മെൻറ്റ് ഇൻസ്പയർഡ് ആയത് പോൾ സെസൈൻ എന്ന ഫ്രഞ്ച് പെയിൻറ്ററുടെ കലയിലൂടെയാണ്. അവരുടെ കലകൾ എന്ന് പറയുന്നത്, പോൾ സെസൈനിൻ്റെ കലകൾ, ആ പെയിൻറ്റിങ്ങുകൾ എന്ന് പറയുന്നത് 3 ഡയമെൻഷനിലായിരുന്നു. 3Dയിലാണ് പെയിൻറ്റിങ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഞാനൊരു പിക്ക് ഇത് ഞാൻ പോൾ സെസൈനിൻ്റെ നെറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു 3 ഡയമെൻഷണൽ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ക്യൂബിസം എന്നുള്ള ഒരു അവൻഗാർഡ് മൂവ്മെൻറ്റ് വരുന്നത്. ക്യൂബിസ്റ്റ് ആർട്ട് കലകളൊക്കെ തന്നെ, അതിപ്പോൾ ശില്പകലയായിക്കോട്ടെ, പെയിൻറ്റിങ് ആയിരിക്കോട്ടെ, അപ്പോൾ ഇതൊക്കെ തന്നെ വളരെ നിഗൂഢമാണ്. അതിൻ്റെ ഒരു മീനിങ് കണ്ടെത്തുന്നത് ഇത് സബ്ജക്റ്റീവാണ്. വ്യക്തികളാണ് അതിൻ്റെ മീനിങ്ങുകൾ അതിനെ വ്യാഖ്യാനിക്കുന്നത്. അതിന് കൃത്യമായ ഒരു അർത്ഥമില്ല. അതിന് വ്യാഖ്യാനിക്കുന്നത് ഓരോ വ്യക്തികളും, അത് കാണുന്നവരല്ലെങ്കിൽ അതിനെ ഏത് തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു അതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പം ഇതിനെ നമുക്ക് പല രീതിയിൽ ഡീകൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആർട്ടിസ്റ്റ് ഈ ഒരു ഒബ്ജക്റ്റ്, അത് ഏതൊരു ഒബ്ജക്റ്റ്, ഒരു ശില്പകല ആയിക്കോട്ടെ ഏതോ ആയിക്കോട്ടെ, അതിനെ മൾട്ടിപ്പിൾ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ അതിൻ്റെ അർത്ഥം കണ്ടെത്താൻ പറ്റുമെന്നാണ്. അതിന് പ്രത്യേക അർത്ഥം ഇല്ല, അതിനെ മൾട്ടിപ്പിൾ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ നമുക്ക് അതിനർത്ഥം കണ്ടെത്താം. അത്തരത്തിലുള്ള കലകളാണ് ക്യൂബിസ്റ്റ് ആർട്ട് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ക്യൂബിസം ഏറ്റവും പാരീസിൽ സ്ട്രോങ് ആയിട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് 1910 അതുപോലെ 20കളിലുമാണ്. പോൾ സെസൈനിൻ്റെ കലകളുടെ പെയിൻറ്റിങ്ങുകളുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, 2 റെപ്രസെൻറ്റേറ്റീവ് ടെൻഡൻസീസ്, അത്തരത്തിൽ 2 പ്രത്യേകതകൾ നോക്കാം. അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങുകൾ ക്രിയേറ്റിംഗ് പ്ലൂറൽ പോയിന്റ് ഓഫ് വ്യൂ, നമ്മൾ നേരത്തെ കണ്ട പിക്ചറിൽ കണ്ടു 3D ആയിട്ട്, അതായത് എല്ലാ 4 ഭാഗത്തു നിന്നുള്ള മൾട്ടി ഫേസഡ് ആയിട്ടുള്ള 4 ഭാഗത്തു നിന്നുള്ളൊരു വ്യൂ നമുക്ക് കിട്ടുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ കിട്ടുന്ന ഒരു പെയിൻറ്റിംഗ് ആണ് പോൾ സെസൈൻ്റെ. അതാണ് അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത. മറ്റൊന്ന്, ഈ നേച്ചുറൽ ഫോംസിനെയൊക്കെ വളരെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് ഗോളാകൃതിയിലും അതുപോലെ തന്നെ ഗോപുരത്തിൻ്റെ ഷേപ്പിലൊക്കെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്. അപ്പോൾ ഈ ക്യൂബിസത്തിൻ്റെ റൂട്ട് അല്ലെങ്കിൽ അതിന് ഇൻസ്പയർ ആയത് ഇദ്ദേഹത്തിൻ്റെ, പോൾ സെസൈൻ്റെ ഇത്തരത്തിലുള്ള പെയിൻറ്റിങ്ങുകളിലൂടെയാണ്. ക്യൂബിസത്തെ 2ആയിട്ട് തരംതിരിക്കാം. അനലറ്റിക് ക്യൂബിസം അതുപോലെ തന്നെ സിന്തറ്റിക് ക്യൂബിസം. അനലിറ്റിക് സിന്തസിസം എന്ന ഈ ഒരു ടേം കോയിൻ ചെയ്തിരിക്കുന്നത് ജോൺ ഗ്രീസ് ആണ്. അനലിറ്റിക് ക്യൂബിസം നിലനിന്നിരുന്ന കാലഘട്ടം 1910 to 1912. സിന്തറ്റിക് ക്യൂബിസം നിലനിന്നത് 1919 വരെയായിരുന്നു. ഇംഗ്ലീഷ് ആർട്ട് ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ഡഗ്ലസ് കൂപ്പർ അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള ദ ക്യൂബിസ്റ്റ് എപ്പോക്കിൽ ക്യൂബിസത്തെ 3 കാലഘട്ടങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഏർലി ക്യൂബിസം, 1906 മുതൽ 8 വരെയുള്ള കാലഘട്ടമാണ് ഏർലി ക്യൂബിസം എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തേത് ഹൈ ക്യൂബിസം, 1909 മുതൽ 14 വരെയുള്ള 1914 വരെ. അതിനുശേഷം മൂന്നാമത്തെ കാലഘട്ടം ലേറ്റ് ക്യൂബിസം, 1914 മുതൽ 21 വരെയുള്ള കാലഘട്ടം. ഇനി എന്താണ് ക്രിസ്റ്റൽ ക്യൂബിസം എന്ന് നോക്കാം. അതായത് ഈ ക്യൂബിസത്തിൽ അവർ ഫോളോ ചെയ്യുന്ന മെത്തേഡിൽ നിന്ന് ഒരു ഷിഫ്റ്റ്, ഒരു വ്യത്യാസം വന്നിട്ടുള്ള, ഒരു കംപ്ലീറ്റ് ചേഞ്ച് വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് 1914 മുതൽ 16 വരെയുള്ള. ആ ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചിനെയാണ് ക്രിസ്റ്റൽ ക്യൂബിസം എന്ന് വിളിക്കുന്നത്. അതായത് ആ അപ്രോച്ച്, ആ മാറ്റം എന്താണെന്ന് വെച്ചാൽ, ആദ്യ കാലഘട്ടത്തിലെ പെയിൻറ്റിങ്ങുകളിലൊക്കെ അവർ ഓവർലാപ്പിംഗ് ജിയോമെട്രിക്കൽ പ്ലെയിൻസ് ആണ് ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ പിക്ചർ ഞാൻ ഇവിടെ, അതായത് സ്പേസ് അവർ ഉപയോഗിച്ചിരുന്ന പെയിൻറ്റിങ്ങിൽ ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നിക്കാണ്.
അതായത് അവർ പിക്ചറുകളിൽ ഈ ജോമെട്രിക്കൽ ഷേപ്സ് ഈ പെയിൻറ്റിങ്ങുകളുടെ ഇടയിൽ സ്പേസ് ഒക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്, അങ്ങനെയായിരുന്നു ആദ്യത്തെ അവർ ഉപയോഗിച്ചിരുന്ന ടെക്നിക്ക്. അതിൽ നിന്നും മാറി കൃത്യമായിട്ട് പെയിൻറ്റിങ്ങിന് വ്യക്തതയും അതുപോലെ സെൻസ് ഓഫ് ഓർഡറും ഒക്കെയുള്ള പെയിൻറ്റിങ്ങുകൾ പിന്നീട് വന്നു. ആ ഒരു ഷിഫ്റ്റിനെയാണ് ക്രിസ്റ്റൽ ക്യൂബിസം എന്ന് വിളിക്കുന്നത്. 1914 മുന്നേ ഉണ്ടായിരുന്ന ഓവർലാപ്പിംഗ് ജോമെട്രിക്കൽ പെയിൻസ്, അത്തരത്തിലുള്ള ഷേപ്പ് ജോമെട്രിക്കൽ ഷേപ്പ് ഉപയോഗിച്ച് സ്പേസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു പെയിൻറ്റിങ്. പാബ്ലോ പിക്കാസോയുടെ പ്രധാനപ്പെട്ട പെയിൻറ്റിങ്ങുകളിൽ ഒന്നാണ് 1907 ആ പെയിൻറ്റിങ്ങിൻ്റെ പേര് ലെഡമസൽ ഡെവിഞ്ഞോൺ, അങ്ങനെയാണ് ഞാൻ പ്രൊനൗൺസിയേഷൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്തതിൻ്റെ കറക്റ്റ് കിട്ടും. ഞാൻ ഏകദേശം എനിക്ക് അറിയാവുന്ന പോലെ പറഞ്ഞതാണ്. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പെയിൻറ്റിങ്ങുകളിൽ ഒന്ന് എന്ന് പറയുന്നത്. ജോർജ് ബ്രാക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പെയിൻറ്റിംഗ് ആണ് ഹൗസറ്റ് അൽ ലസ്താക്കി എന്ന് പറയുന്നത്. ക്യൂബിസത്തിൻ്റെ ഇൻവെൻറ്ററായിട്ട് അറിയപ്പെടുന്നത് പാബ്ലോ പിക്കാസോയാണ്. ഇവരുടെ രചനകളിലെ മുഖ്യ ഘടകങ്ങൾ എന്ന് പറയുന്നത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും ബോട്ടിൽസ് പിക്ചേഴ്സും ന്യൂസ് പേപ്പേഴ്സും ഒക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നീട് ലേറ്റർ ക്യൂബിസ്റ്റ് അവരുടെ പെയിൻറ്റിങ്ങുകളിലെയും വർക്കുകളിലെയൊക്കെ തീമുകൾ എന്ന് പറയുന്നത് മെക്കനൈസേഷനും മെഷീൻ വൽക്കരണത്തെക്കുറിച്ചും ആധുനിക ജീവിതത്തെക്കുറിച്ചൊക്കെയായി അവരുടെ പെയിൻറ്റിങ്ങുകളുടെ തീം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം നോക്കിയത് ക്യൂബിസം പെയിൻറ്റിങ്ങിലും അതുപോലെ തന്നെ സ്കൾപ്ചറിലൊക്കെ ശില്പകലയിലൊക്കെ എങ്ങനെയായിരുന്നു എന്നാണ്. ഇനി ക്യൂബിസം ലിറ്ററേച്ചറിൽ സാഹിത്യകൃതികളിൽ എങ്ങനെയാണ് റിഫ്ലക്റ്റഡ് ആയെന്ന് നോക്കാം. ഈവൻ സാഹിത്യകൃതികളിലും മൾട്ടിറ്റ്യൂഡ് പേഴ്സ്പെക്റ്റീവിൽ തന്നെയാണ് എഴുത്തുകാർ അവരുടെ കഥ പറഞ്ഞ രീതി എന്ന് പറയുന്നത്. അതിനെ പല രീതിയിലൂടെ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റോറികളായിരുന്നു ഈ ക്യൂബിസം ലിറ്ററേച്ചറുകളിലും ഉണ്ടായിരുന്നത്. എഴുത്തുകാർ അവരുടെ കഥയിൽ ഓരോ ഇൻസിഡൻറ്റിനും ഓരോ ചാപ്റ്റേഴ്സിനും വ്യത്യസ്തമായ നരേറ്ററുകൾ കൊണ്ടുവന്നു. ഓരോ സ്റ്റോറിയിൽ ഓരോ പാരാഗ്രാഫുകൾക്കും പുതിയ പുതിയ നരേറ്റേഴ്സ് ആ ഒരു രീതിയിലാണ് അവരുടെ ആ ക്യൂബിസം ലിറ്ററേച്ചറുകളിൽ ഉണ്ടായിരുന്നത്. ഇത്തരം ടെക്നിക്കിലൂടെ സാധ്യമായത് ഓരോ വായനക്കാരനും കാണാൻ പറ്റും ഒരു കഥാപാത്രം, ആ ഒരു കഥയിലെ ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തെ എങ്ങനെയാണ് കാണുന്നത്, അവരുടെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളത് വായനക്കാരന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കഥ പറയുന്ന രീതിയായിരുന്നു ക്യൂബിസം ലിറ്ററേച്ചറുകളിൽ ഉണ്ടായിരുന്നത്. ഇത്തരം ടെക്നിക്കുകൾ ഫോളോ ചെയ്തിട്ടുള്ള ക്യൂബിസം ലിറ്ററേച്ചറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഉദാഹരണങ്ങളാണ് വില്യം ഫോക്നേഴ്സിൻ്റെ ആസ് ഐ ലേ ഡൈയിങ് എന്ന വർക്കും ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ദ സൺ ഓൾസോ റൈസസ് എന്ന വർക്കും ഇതിന് ഉദാഹരണങ്ങളാണ്. ഇത്തരത്തിൽ മൾട്ടിപ്പിൾ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്ന ക്യൂബിസം റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് പോയട്രിയിലും സ്റ്റോറികളിലും മാത്രമല്ല പോയട്രിയിലും ഇത്തരം സ്റ്റൈൽ ക്യൂബിസ്റ്റ് ലിറ്ററേച്ചർ റൈറ്റേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ജെർട്രൂഡ് സ്റ്റെയിൻ, ജീൻ കോക്ടെ, മാക്സ് ജേക്കബ്, ആൻഡ്രേ സൽമൻ ഇങ്ങനെ തുടങ്ങിയവർ. ഇവരുടെ പേരുകളൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. എക്സാമിന് എസ്ഐ ഒക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ സെപ്പറേറ്റ് ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രം ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ചോദിക്കാനും സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ക്യൂബിസം ലിറ്ററേച്ചറുകളൊക്കെ തന്നെ സബ്ജക്റ്റിവിറ്റിക്കാണ് പ്രാധാന്യം, ഒബ്ജക്റ്റിവിറ്റി അതായത് വ്യക്തികൾ ആണ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ പോയിന്റ് ഓഫ് വ്യൂവിൽ, അതിനാണ് പ്രാധാന്യം ക്യൂബിസം ലിറ്ററേച്ചറുകൾ. അത്തരത്തിൽ ക്യൂബിസം മെത്തേഡുകൾ ഇൻഫ്ലുവൻസ് ചെയ്ത് സ്വാധീനിച്ചിട്ടുള്ള ആധുനിക നോവലിസ്റ്റുകളും പോയറ്റുകളുമാണ് വിർജീനിയ വോൾഫ്, ജെയിംസ് ജോയ്സ്, ജെർട്രൂഡ് സ്റ്റെയിൻ ആൻഡ് വില്യം ഫോക്നർ എന്നിവർ. ക്യൂബിസ്റ്റ് റൈറ്റേഴ്സ് ഗ്രാമറുകൾക്കും അതുപോലെ തന്നെ സിൻടാക്സ്, പഞ്ച്വേഷൻ, ഫ്രീ വേഴ്സ് ഇതിനൊന്നും ലിറ്ററേച്ചറുകളിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാൻ ആൻഡ് ചൈനയായിരുന്നു ഏഷ്യൻ കൺട്രികളിൽ ഏറ്റവും കൂടുതൽ ക്യൂബിസത്തെ സ്വാധീനിച്ച രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ക്യൂബിസത്തിന് യുണീക്കായിട്ടുള്ള ഒരു മെത്തേഡാണ് അവർ യാഥാർത്ഥ്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത്. നമുക്കറിയാം പെയിൻറ്റിങ്ങുകളായാലും സാഹിത്യകൃതിയായാലും യാഥാർത്ഥ്യങ്ങളെ അവർ അവതരിപ്പിച്ച രീതി എന്ന് പറയുന്നത് വ്യത്യസ്തമായിരുന്നു. ഇതിൽ പറയുന്ന പോയിന്റുകളൊക്കെ ഓൾറെഡി പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് പല രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മളുണ്ട് ക്യൂബിസത്തിൽ ജോമെട്രിക് ഷേപ്സ് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യ കഥാപാത്രങ്ങൾ അവരുടെ ഇന്നർ സബ് കോൺഷ്യസ് ഫീലിങ്ങുകളൊക്കെ അവർ എക്സ്പ്രസ് ചെയ്തിരുന്നത് പെയിൻറ്റിങ്ങിലും ലിറ്ററേച്ചറുകളിലും.
അതായത് ഈ ക്യൂബിസം ലിറ്ററേച്ചർ റൈറ്റേഴ്സും അതുപോലെ തന്നെ പെയിൻറ്റേഴ്സൊക്കെ അവർ കൺവെൻഷണൽ പാരമ്പര്യമായിട്ട് ഫോളോ ചെയ്തിരുന്ന ചില കലാപരമായിട്ടുള്ള ആർട്ടിസ്റ്റിക് ഐഡിയാസൊക്കെ റിജക്റ്റ് ചെയ്ത് എതിർത്തു. പകരം അവർ പുതിയ മെത്തേഡുകളാണ് ഉപയോഗിച്ചിരുന്നത്. അതായത് അവർ പ്രധാനമായും ഫോക്കസ് ചെയ്ത് മൊണോക്രോമാറ്റിക് കളേഴ്സൊക്കെയാണ് അവരുടെ പെയിൻറ്റിങ്ങുകളിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് സിംഗിൾ കളറുകൾക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലുള്ള കളറുകളാണ് അവർ, അതായത് സിംഗിൾ കളർ, ഒന്നെങ്കിൽ ബ്രൗൺ അല്ലെങ്കിൽ ഗ്രേ, ക്രീം, ഗ്രീൻ, ബ്ലൂ, ഇതിലേതെങ്കിലുമൊക്കെ സിംഗിൾ കളേഴ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പെയിൻറ്റിങ്ങുകളായിരുന്നു. കാരണം അവർ ഫോക്കസ് നൽകിയത് ആർട്ടിനാണ്. സങ്കീർണമായിട്ടുള്ള ഈ മൾട്ടിപ്പിൾ വ്യൂ പോയിന്റിൽ ഓരോ ഒബ്ജക്റ്റിനെയും റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിന് അവർ വിശ്വസിച്ചിരുന്നത് ഇത്തരത്തിലുള്ള മൊണോക്രോമാറ്റിക് കളർ, സിംഗിൾ കളറുകളാണ് പ്രധാനം എന്നവർ വിശ്വസിച്ചിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്യൂബിസത്തെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ദാറ്റ്സ് ഇറ്റ്. ഐ എം സമീറ അജ്മൽ സൈനിങ് ഓഫ്.